നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വി.ഡി. സതീശനോ കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ജനാധിപത്യ പാർട്ടിയിൽ നിന്നുള്ള ഉത്തരം ഏത് സമയത്തും ഉണ്ടാകും. വരുത്താവുന്ന ചീത്തപ്പേര് മുഴുവൻ വന്നു കഴിഞ്ഞു. ഇനി എപ്പോഴായാൽ ആരായാൽ എന്തെന്ന മനോഭാവത്തിലാണ് രാഷ്ട്രീയ കേരളം. മുതിർന്ന നേതാക്കളോടും ഹൈക്കമാൻഡ് സംസാരിച്ചു. ഇനി എന്ത് സംശയമാണ് ഹൈക്കമാൻഡിന് തീർക്കാനുള്ളത്? എം.എൽ.എമാരുടെ പിന്തുണയുള്ള കെ.സിയെ മുഖ്യമന്ത്രിയാക്കിയാൽ ഉണ്ടാകുന്ന എതിർപ്പോ? സതീശനുള്ള ജനപിന്തുണയും രമേശിന്റെ സീനിയോറിറ്റിയും ജലരേഖയാകുമോ? ഹൈക്കമാൻഡിന്റെ പ്രിയപ്പെട്ടവൻ കേരളം ഭരിക്കാൻ നിയോഗിക്കപ്പെടുമോ? കാത്തിരിക്കുക കേരളമേ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ കിട്ടാൻ നിമിഷങ്ങൾ മാത്രം. ഇന്ന് കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് സംസാരിക്കുകയുണ്ടായി. കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എം ഹസനും എ.പി. അനിൽകുമാറും ഒക്കെ ഹൈക്കമാൻഡിന് മുന്നിൽ തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇനി എന്താണ് ഹൈക്കമാൻഡിന് സംശയം ബാക്കിയുള്ളത്? കെ.സിയോ സതീശനോ രമേശ് ചെന്നിത്തലയോ? എന്താണ് പ്രഖ്യാപനം വൈകുന്നത്? ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ സിബി സത്യൻ, ശ്രീ ജി.വി. ഹരി, ശ്രീ സി.കെ. ഷാക്കിർ എന്നിവർ ചേരുകയാണ്. ശ്രീ ജി.വി. ഹരി, ഞാനൊരു ഓളത്തിന് പറഞ്ഞതാണ് കേരളമേ കാത്തിരിക്കും, ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. പക്ഷേ പ്രതീക്ഷിക്കണോ അത് ഉടൻ തന്നെ? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള നമ്മുടെ നേതാക്കന്മാരെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്കൊക്കെ കിട്ടുന്നത്. ഇന്നിപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ നാളെ രാവിലത്തേക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ്. അദ്ദേഹമാണല്ലോ, അദ്ദേഹം കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങളോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു ജനാധിപത്യപരമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഈ ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പോലും എല്ലാ തലത്തിലുമുള്ള ചർച്ചകൾ പൂർത്തിയാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമാണ്. അതിനൊരു സംശയമില്ല. ഇപ്പോൾ ഏകപക്ഷീയമായി ചില ആളുകളൊക്കെ നാഗ്പൂരിൽ നിന്ന് വിളിച്ചു പറയും, അയാളങ്ങ് വെച്ചേക്കാൻ പറയും, അയാളങ്ങ് വെക്കും. ചില ആളുകൾ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി കൂടി പറഞ്ഞിട്ട് താഴോട്ട് കൊടുക്കും. അങ്ങനെയല്ല, ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരോട് സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ റിപ്പോർട്ട് അവിടെ കിട്ടി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, എല്ലാ പ്രധാനപ്പെട്ട മുൻ PCC അധ്യക്ഷന്മാരെയും അതോടൊപ്പം ഏറ്റവും മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേർ, എല്ലാവരെയും കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. ഇനി പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. അതിന്ന് എനിക്ക് തോന്നുന്നു ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് തോന്നുന്നു VM സുധീരനെ കൂടി കാണാനുണ്ട്. അത് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു നാളെ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു യോഗം ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കേണ്ട ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹം അങ്ങോട്ട് പോയതുകൊണ്ട് വൈകുന്നേരം കാണാം എന്ന് വെച്ചിരുന്ന VM സുധീരൻ സാറിനെ കാണാൻ സാധിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെയും രാത്രി തന്നെ കാണുമായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ശുഭപ്രതീക്ഷയോടുകൂടി ഞങ്ങളടക്കം എല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കെ.സി. ആകുമെന്നാണ് അല്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആരെ പ്രഖ്യാപിച്ചാലും ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് ഈ 3 നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതാകാനുള്ള എല്ലാ റൈറ്റും എല്ലാ അർഹതയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അത് ശ്രീ കെ.സി. വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെതായ ക്വാളിറ്റിയുണ്ട്. ശ്രീ വി.ഡി. സതീശന് അതിൻ്റെതായ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. അതോടൊപ്പം സീനിയോറിറ്റിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിനും ഈ 3 പേരും ഈ കാര്യത്തിൽ തുല്യരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതിലാരെയാണോ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നത് അവരെ പാർട്ടി മുഖ്യമന്ത്രിയാക്കും. ബാക്കിയുള്ള ആളുകളെയും ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി. ശ്രീ സിബി സത്യൻ, ഇപ്പോൾ പുതിയ സമവാക്യങ്ങൾ, പുതിയ തർക്കങ്ങൾ, പുതിയ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങൾ ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇതിൽ വി.ഡി. സതീശൻ ലീഗിൻ്റെ പിന്തുണയിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നു. കെ.സി. ആകട്ടെ ഹൈക്കമാൻഡിൻ്റെ പിന്തുണ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ പിന്നെ ഇത്രയും എം.എൽ.എമാരുടെ പിന്തുണ നേടിയിട്ട് അദ്ദേഹം ഇത് വേണ്ട എന്ന് വെക്കുകയില്ലല്ലോ. രമേശ് ആണെങ്കിൽ പൊതുവെ സൈലൻ്റാണ്. അദ്ദേഹത്തിന് എം.എൽ.എമാരുടെ പിന്തുണ കുറവാണ്. പക്ഷേ എങ്കിലും തൻ്റെ സീനിയോറിറ്റി പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന മറ്റൊരു സമവാക്യത്തിന് കൂടിയാണ്. കാരണം സതീശൻ ലീഗിൻ്റെ പിന്തുണയിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അത് വെളിയിൽ നിന്ന് വരുന്ന വിമർശനമല്ല. പാർട്ടിക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരും, ക്യാമ്പയിനുകൾ നടക്കും. അപ്പോൾ മറുവശത്ത് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഈ സഭാ നേതൃത്വങ്ങൾ കെ.സിക്ക് വേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന്. ഭൂഷണമല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഈ വലിയ ഭൂരിപക്ഷം നേടിയ ഈ സമയത്ത്? മനുഷ്യ എനിക്ക് തോന്നുന്നത്
ഈ എല്ലാ വിഭാഗം ജനങ്ങളും കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു പാർട്ടിയാണ് എന്ന് പറയുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണല്ലോ. കുറെ കൂടെ ലാർജറായിട്ടുള്ള ഒരു എന്താ പറയുക ജനാധിപത്യ വ്യവസ്ഥിതിയെ മുന്നോട്ട് വെക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പം എന്ത് കേസിൽ പറഞ്ഞാലും ഇപ്പം ഇടതുപക്ഷ പാർട്ടികളായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും അവരെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവിന്റെ ഇതിന്റെ ഹെഡ് എന്ന നിയമസഭയുടെ ഹെഡ് എന്ന് പറയുന്ന ഒരാളിനെ മുന്നോട്ട് വെക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പരിഗണനകൾ വരും. അതിനകത്ത് ഒരുപാട് പരിഗണനകൾ വരുമ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആത്യന്തികമായിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന 3 പേരുടെയും പേരിൽ ജാതിപരമായ വേർതിരിവുകളില്ല എന്ന് മനസ്സിലാക്കണം. അതായത് അവരെല്ലാം ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടല്ല മത്സരിക്കുന്നത്. പക്ഷേ ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള 3 പേർക്ക് വളരെ വ്യത്യസ്തരായ ആൾക്കാരെ പിന്തുണ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്, വ്യത്യസ്തമായ ജാതി മത വിഭാഗങ്ങളെല്ലാം പിന്തുണ പ്രഖ്യാപിക്കുന്നത് തന്നെ ഒരു തരത്തിൽ പറഞ്ഞ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമല്ലേ? അപ്പൊ ആ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ VD സതീശിന് വേണ്ടിയിട്ട് ലീഗും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വരുന്നു. KC വേണുഗോപാലിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത് നമ്മളുടെ ക്രിസ്ത്യൻ സഭകൾ ചിലത് രംഗത്ത് വരുന്നു. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് NSS ശക്തമായി നിലനിൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോ നിൽക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ മത്സരത്തിന്റെ രംഗമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു പിശക് എന്ന് പറയുന്നത് ഈ നാടകം കുറച്ചധികം വലിച്ചു നീട്ടപ്പെടുകയും കോൺഗ്രസ് വളരെ സാമാന്യം നല്ല രീതിയിൽ അപഹാസ്യരാക്കപ്പെടുകയും ചെയ്തു എന്നുള്ള സംഗതി നമുക്ക് വിസ്മരിച്ചുകൂടാ. നമ്മളിനി എന്തെല്ലാം ന്യായീകരിച്ചാലും ഇത് വലിയ ലാർജർ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഒരു അപ്ഡേറ്റ് ഉള്ളത് സിബിയിലേക്ക് വരാം. ഒരു അപ്ഡേറ്റ് ഉള്ളത്, ഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള എല്ലാ നേതാക്കളും ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ചെന്ന നേതാക്കളെല്ലാം 8 മണിയുടെ വിമാനത്തിൽ തിരികെ കേരളത്തിലേക്ക് പോരുകയാണ്. അതായത് ചർച്ചകൾ അവസാനിക്കുകയാണ്. 8 മണിയുടെ വിമാനത്തിൽ എല്ലാവരും തിരികെ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. മിക്കവാറും നാളെ പ്രഖ്യാപനം എന്നാണ്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ എന്നുള്ളത് നാളെ കഴിഞ്ഞു പോവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ കേട്ടോ. ശരി സിബി. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഈ ഒരു വലിയൊരു കാലതാമസം ഈ പറഞ്ഞ ഓരോരുത്തരുടെ ഡൽഹി വിളിപ്പിക്കലും ഈ വിശാലമായ ഇത്തരം സംവിധാനങ്ങളെല്ലാം കൂടി ഈ കോൺഗ്രസിന്റെ ജയത്തിന്റെ ശോഭ കെടുത്തി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മളിനി എത്ര ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് ഇതെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ 35 സീറ്റ് മാത്രം ലഭിച്ച LDF പ്രവർത്തകർ അന്തസ്സായിട്ട് റോഡിൽ കൂടെ നടക്കുകയും 102 സീറ്റ് ലഭിച്ച UDF പ്രവർത്തകർ തലയിൽ മുണ്ടിട്ട് വീട്ടിനകത്തിരിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അതെന്ത് പറഞ്ഞാലും വളരെ ക്ലിയർ ആണത്. കാരണം സോഷ്യൽ മീഡിയയിലടക്കം വളരെ സജീവമായി രംഗത്ത് നിന്ന ഒരുപാട് UDF പ്രവർത്തകര് ഈ പറഞ്ഞ ഡിലേയുടെ പേരിൽ പലതും പറയാനാവാതെ അവർക്ക് ഈ വിജയം ആഹ്ലാദിക്കാനാവാതെ അകത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ഓരോ നേതാക്കൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അത് ഏറ്റവും കൂടുതൽ ക്യാമ്പയിനിങ് നടക്കുന്നത് VD സതീശന് വേണ്ടിയാണ്. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുറക്കുമ്പോഴേ ആ ഹാൻഡിലുകളൊക്കെ അതിൽ കുറേയൊക്കെ ഫേക്ക് ആയിരിക്കും. പക്ഷേ എങ്കിലും സതീശന് അനുകൂലികളാണ് കൂടുതലുള്ളത്. അതെ, എന്ന് മാത്രമല്ല ഇനിയിപ്പോ നിലവിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മളിപ്പോ എന്തെല്ലാം പറഞ്ഞാലും ഹൈക്കമാൻഡിന്റെ ശ്രീ ഡോക്ടർ GV ഹരി പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞങ്ങൾ നല്ല കോൺഗ്രസ്സുകാർ അംഗീകരിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും എന്തായാലും ഈ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പേരല്ല പുറത്തു വരുന്നതെങ്കിൽ തെരുവുകളിൽ അത്യാവശ്യം നല്ല ഒരു ഷോ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്ന് മാത്രവുമല്ല അത് ഫർദർ എസ്കലേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈവൻ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ KC വേണുഗോപാലിന്റെ പേരാണ് വരുന്നതെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസ്ക് ഉണ്ട്. അതിനെ തുടർന്നുണ്ട് അതിശക്തമായ തെരുവുകളിൽ വികാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ ഒരു ഔട്ട്ബേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് സംഭവങ്ങൾ റിസ്ക് അത് കോൺഗ്രസ് നോക്കിക്കോളും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അണികൾക്ക് അതിനേക്കാൾ വലുത് ഈ സതീശിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തിരിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന മാനസികമായ ആഘാതം മറ്റൊന്നാണല്ലോ. ഈ എന്താണ് പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്നുള്ള ആ സ്ലോഗനുമായി തെരുവിലിറങ്ങിയവരും ക്യാമ്പയിൻ നടത്തുന്നവരും അവർക്കുണ്ടാകുന്ന ആഘാതം വലുതാണ്. അതുകൊണ്ട് പക്ഷെ കുറച്ച് ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കും എന്നതിനപ്പുറം ഇപ്പോൾ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു രീതി അനുസരിച്ച് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അത് ശീലമായി പൊക്കോളും. അങ്ങനെ ഇതിനകത്ത് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല മഞ്ജുഷ. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, VD സതീശൻ ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അതിനർത്ഥം അദ്ദേഹം അടുത്ത 5 വർഷം ഒരു ത്രെട്ടായിട്ട് അതിന്റെ പുറത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്റെ സൂചന. അതൊരു ഒരു എന്താ പറയുന്ന ഒരു നിശബ്ദമായ പിൻവാങ്ങലൊന്നും ആയിരിക്കില്ല. VD സതീശൻ അല്ല ഈ സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ അദ്ദേഹം ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ഒരു പരിധി വരെയൊക്കെ മയപ്പെട്ടു പോയേക്കും. പക്ഷേ VD സതീശൻ ക്യാബിനറ്റിൽ ജോയിൻ ചെയ്യുന്നില്ല, പുറത്തു നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ്
രമേശ് ചെന്നിത്തല എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. കാരണം രമേശ് ചെന്നിത്തലയാണ് കൂടുതൽ ഏറ്റവും സീനിയർ മോസ്റ്റ്, വളരെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ മന്ത്രിസഭയിൽ, അവർ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുമോ എന്നുള്ള കാര്യം കൂടെ കണ്ടറിയേണ്ടതാണ്. ചിലപ്പോൾ അദ്ദേഹം ചെയ്യുമായിരിക്കും. അതുകൊണ്ട് ലീഗിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞു വെച്ചേക്കൂ. നാളെ രാവിലെ 10 മണിക്ക് ലീഗ് യോഗം അടിയന്തരമായി ചേരുന്നുണ്ട്. അതൊരു സമ്മർദ്ദത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് കൂടി ആവാം. അതിനു മുൻപ് പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. മഞ്ജുഷേ, ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒന്നെന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ ഇന്നയാളിനെ തെരഞ്ഞെടുക്കണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ലീഗ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ഈ 3 നേതാക്കന്മാരും വരുന്നത് യുഡിഎഫിന്റെ മുഖ്യമന്ത്രിയാണ്. അതെ. പക്ഷേ ഈ 3 നേതാക്കന്മാരിൽ ആരുടെയും കാര്യത്തിൽ അവർക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. കാരണം ഇതിൽ ഏതെങ്കിലും നേതാവിനെ എതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് മോശക്കാരനാവുകയോ ഒന്നും അങ്ങനെ സംഭവമില്ലല്ലോ. അവർക്ക് ഒരാളുടെ ഇഷ്ടം കൂടുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് മറ്റൊരു പാർട്ടിയെ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല എന്ന് മാത്രമല്ല, അത്തരമൊരു തീരുമാനം അല്ലെങ്കിൽ അവർ അത്തരം ഒരു സമ്മർദ്ദതന്ത്രം എടുക്കുകയാണെങ്കിൽ അത് കേരള ജനാധിപത്യത്തിലെ ഒരു കറയായിട്ട് തന്നെ അവശേഷിക്കുക. കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇത് നേരത്തെ പോലെയല്ല. കാരണം ഇപ്പോൾ ലീഗിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ലീഗ് ഇത്തരത്തിലുള്ള അനാവശ്യമായ ഒരു പവർ എടുക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ ലീഗിന്റെ അഭീഷ്ടത്തിനെതിരായ ഒരാളാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും UDF-ന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയ കല്ലുകടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലൊരു സ്റ്റെപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നില്ല. പക്ഷേ ഷാക്കിർ, സതീശനാണ് ലീഗിന്റെ കൂടുതൽ പിന്തുണ എന്നുള്ള കാര്യം, അങ്ങനെ ഒരു സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ വേണുഗോപാൽ വന്നാൽ വേണുഗോപാലുമായിട്ട് ഒത്തുപോകുവാൻ തന്നെയായിരിക്കും തീരുമാനം. മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ എന്ത് നാളത്തെ യോഗം, അത് താങ്കൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ അടിയന്തര യോഗം എന്നൊക്കെ പറയുമ്പോൾ അത് ഈ മുഖ്യമന്ത്രി ചർച്ച നീണ്ടുപോകുന്നതിനുള്ള അസംതൃപ്തിയുടെ പശ്ചാത്തലത്തിൽ കൂടി ആവുമല്ലോ. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ജനറൽ പൊളിറ്റിക്സിന്റെ അംബാസഡറാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ അനാവശ്യമായി മറ്റ് പാർട്ടികളുടെ കാര്യത്തിൽ തലയിടാനോ അല്ലെങ്കിൽ എന്താ പറയുക അനാവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ വെക്കാനോ ഒരു കാലത്തും ലീഗ് മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ ന്യായമായ സംഗതികളിൽ ഇടപെടുന്നതിന് ഏതെങ്കിലും വിവാദമുണ്ടാക്കുന്ന വ്യാപാരികളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഇവിടെ മുസ്ലിം ലീഗിന്റെ സ്റ്റാൻഡ് എന്താണ് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ET മുഹമ്മദ് ബഷീർ സാഹിബ് PMA സലാം സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ AICC നിരീക്ഷകരെ കണ്ട് അവർ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചയിലാണ് ലീഗ് പങ്കെടുക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചയിലല്ല. അത് കോൺഗ്രസുകാർ തീരുമാനിക്കട്ടെ. എന്നാൽ UDF-ന്റെ ലീഡർ ആരാകണമെന്ന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം ലീഗിനുണ്ട്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലവും വകവെച്ച് തന്നിട്ടുണ്ട്. ഒരു പരസ്പര സൗഹൃദത്തോടു കൂടി തന്നെയാണ് ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തോളം ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഏതെങ്കിലും സീറ്റിന്റെ എണ്ണ കുറവോ കൂടുതലോ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും പരസ്പരം ബാർഗെയിനിങ്ങോ അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടാവാറില്ല. നിങ്ങൾ തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ പല ആളുകളും പലപ്പോഴും കൊടുക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയേണ്ടതില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. ലീഗിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലെ? ചില ലീഗ് നേതാക്കൾ പറയുന്നുണ്ട്. അഭിപ്രായ പഠനം നടത്തിയിരുന്നു. TV ഇബ്രാഹിം അങ്ങനെ ഒരു അഭിപ്രായ പഠനം നടത്തിയിട്ടുണ്ട്. അതായത് ഈ വൈകുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ലീഗിന് അങ്ങനെ ഉണ്ട്, അത് തുറന്ന് പറയാമല്ലോ. അല്ല മഞ്ജുഷേ, അല്ല ഇത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കല്ല ഇതിന്റെ ബുദ്ധിമുട്ട്. ഇത്ര ഉജ്ജ്വലമായ ഒരു വിജയം, 102 സീറ്റ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസും മുസ്ലിം ലീഗും പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്തുണ്ടാക്കിയതല്ല. ഈ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ മലയാളികളായിട്ടുള്ള ബഹുഭൂരിഭാഗം ആളുകളും ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പോലും വോട്ട് ചെയ്തിട്ടാണ് ഒരു നല്ല ഭരണം വരാൻ വേണ്ടി 102 സീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് തിളക്കം കെടുത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ ഭാഗത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഖേദകരമാണ്. അവരവരുടെ സംഘടനാ പ്രോസസ്സാണ് പറയുന്നതെങ്കിൽ കൂടി ആളുകൾ വളരെ വലിയ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ CPM-ന്റെ ആളുകളും വ്യാജ പോസ്റ്ററും ഒക്കെയായി വരുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തെക്കുറിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് ഒന്ന് അടിവരയിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങൾ വേറെ രീതിയിൽ കൊണ്ടുപോകരുത്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ, അതായത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം AICC നിരീക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. ജനഹിതമനുസരിച്ച് തീരുമാനമെടുക്കണം. ഇനി തീരുമാനമെടുത്ത ശേഷം മുസ്ലിം ലീഗിന്റെ തീരുമാനം എന്താണ് എന്ന് ഞങ്ങൾ പിന്നീട് അറിയിക്കാമെന്ന് കൃത്യമായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് മുസ്ലിം ലീഗ് അങ്ങനെ ആയിരുന്നില്ല പറയാറുള്ളത്.
ഇത് കാര്യങ്ങൾ ഈ രീതിയിലായതുകൊണ്ട് ഒന്നുകൂടി കൃത്യമായി കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തീരുമാനം വരികയാണെങ്കിലോ വന്നിട്ടില്ലെങ്കിലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട യോഗം നാളെ വിളിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നേതാക്കന്മാർ കൂടി ആലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കും. ഒരു കാര്യത്തിൽ കൃത്യമാണ്, ഈ ഇത്ര വൈകുന്നത് നമുക്ക് പല ന്യായീകരണങ്ങൾ പറയാനുണ്ടാകും. ഇന്നിപ്പോൾ ആസാമിൽ 3ാം തവണയും മുഖ്യമന്ത്രിയായി വന്നിട്ടുള്ള ഹെമന്ത ബിശ്വ ശർമ്മ ഇന്നാണ് പിന്നെന്താ പറയുക അദ്ദേഹത്തിന്റെ അടുത്ത ടൈമിന് സത്യപ്രതിജ്ഞ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്കതുപോലെ PS അച്യുതാനന്ദനും പിണറായി വിജയൻ തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടുപേരെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി നിർത്തിയത്, കണ്ണൂരിൽ VS അനുകൂല മുദ്രാവാക്യം വിളിച്ച ആളുകളെ പിണറായി വിജയന്റെ ആളുകൾ അടിച്ച് പരിക്കേൽപ്പിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ന്യായങ്ങളും ഒക്കെ അക്കാര്യത്തിൽ പറയാനുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ സമയത്ത് അതിലേക്കൊന്നും പോകുന്നില്ല. അത് CPMന്റെ ഒരു ശൈലി വേറെയാണ്, കോൺഗ്രസിന്റെ സംഘടനാ രീതി വേറെയാണ്. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ. പക്ഷേ മലയാളികൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല. മലയാളികൾ ആഗ്രഹിക്കുന്നത് ഈ ജനഹിതം അനുസരിച്ച് ഒരു മികച്ച ഭരണം കേരളത്തിൽ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. അതിന് പകരമായി ഇത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് സത്യത്തിൽ വളരെ ഖേദകരമാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടാവണം. അക്കാര്യത്തിലേ നമുക്ക് അഭിപ്രായമുള്ളൂ. മറ്റ് വിഷയങ്ങളിൽ ഞങ്ങൾ കയറി അഭിപ്രായം പറയാൻ ശരിയാണ്. സത്യസന്ധമായ ഒരു നിരീക്ഷണമാണ് ശ്രീ CK ഷാക്കിർ നടത്തിയിരിക്കുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇനി വൈകുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നില്ലല്ലോ അല്ലേ? ചർച്ച ഇന്നത്തോടുകൂടി അവസാനിച്ചു എന്ന് തന്നെ കരുതാം. ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകും. KC ആയിരിക്കും അല്ലേ? അല്ല, ഇത് വൈകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ദിവസമായിട്ട് ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ലല്ലോ. ഇത് ഇനിയും താമസിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് KC വേണുഗോപാലിനെ ഇവിടെ അവരോധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതിനെന്തൊക്കെയാണ് മാർഗം, അതിനെന്താണ് സ്വന്തം പ്രതിച്ഛായ? അതായത് ഗാന്ധി കുടുംബത്തിന് രാഹുൽ ഗാന്ധിക്ക് മുമ്പേ ഇവിടെ കേരളത്തിൽ ഒരു വലിയ പ്രതിച്ഛായ ഉണ്ട്. ആ പ്രതിച്ഛായ നഷ്ടപ്പെടാതെ എങ്ങനെയാണ് KC വേണുഗോപാൽ ഇപ്പോൾ ഇവിടെ പൊതുജനങ്ങളുടെ ശത്രുവായി, ഒരു വലിയ വിഭാഗത്തിൻ്റെ ശത്രുവായി കാണുന്ന KC വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പുറത്ത്, അത് സൗഹൃദം മാത്രമല്ല MLA-മാരുടെ പിന്തുണയുണ്ട്. പക്ഷേ MLA-മാരുടെ പിന്തുണ എന്ന് പറയുമ്പോൾ അത് കേവലം സാങ്കേതികമാണ്. ഈ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് KC വേണുഗോപാൽ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് വഴി, അദ്ദേഹത്തിൻ്റെ ആ ശക്തി വഴി അദ്ദേഹം നേടിയെടുത്തതാണ് ഈ MLA-മാരെയെല്ലാം. കൃത്യം 10 വർഷം മുൻപ് KC വേണുഗോപാൽ ഈ വിശാലായി ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഒരു ഗ്രൂപ്പിൻ്റെ വെറും ഒരു നേതാവ് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സതീശനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള ഒരു നേതാവ് മാത്രമായുള്ള KC വേണുഗോപാൽ എങ്ങനെയാണ് ഇത്രയും നാളുകൊണ്ട് ഇത്രയും MLA-മാരെ കേരളത്തിലെ ഒരു A ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനത്തെ മുഴുവൻ വിഴുങ്ങുകയും ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരെ തൻ്റെ വശത്താക്കുകയും ഈ ഗ്രൂപ്പുകാരെന്ന് പറയുന്ന കുറേ ആൾക്കാരെ അദ്ദേഹം കൂടെ കൂട്ടുകയും, അതുമാത്രമല്ല അദ്ദേഹം പണ്ട് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ അധ്യക്ഷനായിരുന്നപ്പോൾ ആ പാനലിലുണ്ടായിരുന്ന എല്ലാവരെയും തിരിച്ച് പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് വഴി ഈ MLA-മാരുടെ എല്ലാം പിന്തുണ നേടിയെടുത്തത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം വഴിയാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി 2018 ഡിസംബറിൽ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരികയും കഴിഞ്ഞ 8 വർഷത്തിൽ അദ്ദേഹം നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ ആ ഇൻഫ്ലുവൻസ് ആണ് ഇതിൻ്റെ എല്ലാം ഈ MLA-മാരുടെ എല്ലാം സംഖ്യാബലം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകാൻ കാരണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ തികച്ചും സാങ്കേതികമായിട്ടുള്ള MLA-മാരുടെ പിന്തുണയിൽ ഇവിടെ KC വേണുഗോപാലിനെ അവരോധിക്കാൻ ഗാന്ധി കുടുംബം ശ്രമിച്ചാൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ശ്രമിച്ചാൽ അത് അത്ര എളുപ്പമാകില്ല. അത് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ VD സതീശനൊക്കെ മാധ്യമങ്ങളും മറ്റ് പല വിധത്തിലും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പ്രതിച്ഛായ, അദ്ദേഹം നേടിയെടുത്ത പ്രതിച്ഛായ, അദ്ദേഹത്തിൻ്റെ വനവാസത്തിന് പോകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റും, അല്ലെങ്കിൽ 12 ഒരു ഡസൻ മന്ത്രിമാർ തോൽക്കും, 100 സീറ്റ് ജയിക്കും എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസോടുകൂടിയുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഇവിടെ പല മാധ്യമപ്രവർത്തകരും ഇലക്ഷന് മുൻപ് ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഇവിടെ കുറേ പെയ്ഡ് സർവേകൾ നടന്നു, ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, കുറേ ഫ്ലെക്സ് വെച്ചത് വഴി പിണറായി വിജയൻ തിരിച്ചു വരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തൊക്കെ ഒരു ക്യാമ്പയിൻ നടന്നല്ലോ. ആ സമയത്ത് വളരെ ശക്തിയോടുകൂടി ആർജവത്തോടുകൂടി ഇവിടെ UDF തിരിച്ചു വരും. മറ്റൊരു പ്രചരണം എന്തായിരുന്നു, അതും ചില മാധ്യമപ്രവർത്തകർ ഏറ്റെടുത്തിരുന്നു. അതായത് ഇവിടെ എത്ര മോശം അവസ്ഥയിലും CPM-ന് 60 സീറ്റിൽ തോൽക്കാൻ ഒരു സാധ്യതയുമില്ല, 60 സീറ്റെങ്കിലും എത്രയും മോശം അവസ്ഥയിലും CPM ജയിക്കും. ഇതായിരുന്നു മറ്റൊരു സംഘം മാധ്യമപ്രവർത്തകരും
PR ഏജൻസികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെയെല്ലാം നല്ല ലോജിക്കൽ ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലോടുകൂടി അതൊന്നും അങ്ങനെ ആകില്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ VD സതീശനായി. അത് റിസൾട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാദത്തെ, ആ ഒരു കോൺഫിഡൻസിനെ അത് കൃത്യമായി തെളിയിച്ചു. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ പരിവേഷമുള്ള VD സതീശനെ ഇപ്പോൾ മാധ്യമങ്ങളും ഈ പ്രതിച്ഛായ ബിൽഡർമാരും എപ്പോഴും ജയിക്കുന്ന ആളുടെ കൂടെയാണ്. അതിപ്പോൾ പിണറായി വിജയൻ ജയിച്ചപ്പോൾ 10 വർഷം പിണറായിയുടെ കൂടെ നിന്ന ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് VD സതീശൻ്റെ ഒക്കെ ഫാൻസായി മാറിയ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ VD സതീശൻ്റെ കൂടെയാണ് ഇവിടെ പബ്ലിക് ഒപ്പീനിയൻ. പക്ഷെ അവിടെ ഹൈക്കമാൻഡ് തങ്ങളുടെ പിടി അയഞ്ഞു പോകുന്നത് അതിന് അനുവദിക്കുമോ എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഇപ്പോൾ സതീശനെ ആക്കിയാൽ ഹൈക്കമാൻഡിന്റെ പിടി അയഞ്ഞു എന്നതിന് തുല്യമാണല്ലോ. കാരണം ഹൈക്കമാൻഡിന്റെ മാനസപുത്രൻ എന്ന് പറയുന്നത് ഈ പറയുന്ന KC വേണുഗോപാലാണ്. അദ്ദേഹം ഈ MLA-മാരുടെ പിന്തുണ ആർജിച്ചതും ഹൈക്കമാൻഡിൽ തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് എന്നതും ശരി തന്നെയാണ്. പക്ഷേ KCയെ ആക്കാതെ മറ്റൊരാളെ ആക്കുകയാണെങ്കിൽ അത് ഹൈക്കമാൻഡിന് സംസ്ഥാന കോൺഗ്രസിലുള്ള പിടി അയഞ്ഞു എന്നതിന് തുല്യമായി മാറുമല്ലോ. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു റിസ്ക് എടുക്കുമോ? അല്ല, അത് ആ ഒരു നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുന്നില്ല മഞ്ജുഷ്. ഇപ്പോൾ ഹൈക്കമാൻഡിന് കേരളത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും VD സതീശൻ മുഖ്യമന്ത്രി ആയാലും ഹൈക്കമാൻഡിൻ്റെ ആ പിടി, ഹൈക്കമാൻഡ് എന്ന് മഞ്ജുഷ് ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ ആ പിടി അയയുന്നില്ല. അത് ഇപ്പോൾ സതീശനൊക്കെ മുഖ്യമന്ത്രി ആയാൽ തന്നെ പഴയ ഉമ്മൻചാണ്ടിയുടെയോ കരുണാകരൻ്റെയോ ആൻ്റണിയുടെയോ ഒക്കെ ഒരു ഇൻഫ്ലുവൻസിലെത്താൻ അതിപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും അതത്ര എളുപ്പമല്ല. ഇവിടെ ഹൈക്കമാൻഡിന് നല്ലൊരു സ്വാധീനം അപ്പോഴും ഉണ്ടാകും. പ്രത്യേകിച്ച് KC വേണുഗോപാൽ അപ്പോഴും കേന്ദ്രത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ MLA-മാരൊക്കെ അപ്പോഴും അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈവൻ മന്ത്രിമാരായിട്ട് ഇതിൽ പല MLA-മാരും വരുമല്ലോ. KC ഇവിടെ വന്നില്ലെങ്കിലും ഈ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പല MLA-മാരും ഇവിടെ മന്ത്രിമാരാകും. ആ മന്ത്രിമാരൊക്കെ അപ്പോഴും ഇവിടെ ഉണ്ടാകും. ഹൈക്കമാൻഡിന്റെ പിടി അതുപോലെ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കും. KC വേണുഗോപാലിന് സംസ്ഥാന കോൺഗ്രസിലുള്ള വിലയില്ലാതാകും എന്നുള്ള കാര്യം കൂടി വരുമല്ലോ. KC അങ്ങനെ ഒരു റിസ്കിന് തയ്യാറാകുമോ? KC ഇടയ്ക്ക് പിന്മാറുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും പറഞ്ഞിരുന്നത് ഇത്രയും MLA-മാരുടെ പിന്തുണ ആർജിച്ചതിന് ശേഷം എങ്ങനെ KC പിന്മാറാനാണ് എന്നാണ്. KCയെ ഹൈക്കമാൻഡ് നിയോഗിച്ചില്ലെങ്കിൽ ഇത്രയും സ്വാധീനമുള്ളയാൾക്ക് ഇത്രയും കളി കളിച്ചിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ വന്നാൽ KCക്ക് പിന്നെ എന്ത് വിലയാണുള്ളത്? KCയുടെ പൊളിറ്റിക്കൽ സൂയിസൈഡ് ആയിരിക്കും. നാളെ ഒരു പത്രസമ്മേളനം നടത്തി പറയാം. അതായത് ചോദ്യം എന്നോടാണോ? അത് താങ്കളോടാണ്. അതിനിടയ്ക്ക് സിബി പറഞ്ഞത് അതൊരു രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും KC വേണുഗോപാലിന്റെ എന്നാണ്. ശരി ആനന്ദ്. അല്ല, ഞാൻ അത് KC വേണുഗോപാലിനൊരു ആത്മഹത്യ ആകും എന്ന് കരുതുന്നില്ല. കാരണം ഇപ്പം നാളെ KC വേണുഗോപാലിനൊരു പത്രസമ്മേളനം നടത്തി പറയാം, ഇത്രയും ദിവസം ഈ MLA-മാരുടെ പേര് പറഞ്ഞ് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ച മാധ്യമങ്ങളെ അദ്ദേഹത്തിന് കുറ്റം പറയാം. അദ്ദേഹത്തിന് പറയാം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല. ആരും വിശ്വസിക്കണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെയാണല്ലോ, പ്രതിച്ഛായ നിർമ്മിതി ഇങ്ങനെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ K. സുധാകരൻ 3 ദിവസം ദില്ലിയിൽ കെട്ടിക്കിടന്നു. അദ്ദേഹത്തിൻ്റെ മയൂര അപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഒരു പ്രതികരണവും നടത്താതെ അദ്ദേഹം MLA ടിക്കറ്റിന് വേണ്ടി അദ്ദേഹം 3 ദിവസം അവിടെ ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തി. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നെനിക്കറിയില്ല. പക്ഷെ അങ്ങനെ അദ്ദേഹം ചെയ്തിട്ട് അവസാനം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? ഞാനൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്, പാർട്ടി അംഗമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ വ്യാജ വാർത്തകൾ അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അവർ വഴി മാധ്യമങ്ങൾ കിട്ടിയ വാർത്ത ഉൾപ്പെടെയാണ് അദ്ദേഹം നിരാകരിച്ചത്. അപ്പോൾ അതെല്ലാം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് KC വേണുഗോപാലിന് നാളെ ഒരു പത്രസമ്മേളനം നടത്തി പറയാം. ഈ ചർച്ചയിൽ എൻ്റെ പേര് വലിച്ചഴിച്ച് എൻ്റെ പ്രതിച്ഛായ നശിപ്പിച്ച മാധ്യമങ്ങളെയൊക്കെ അദ്ദേഹത്തിന് വെറുതെ കുറ്റം പറഞ്ഞ് രസിക്കാം. പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ KC വേണുഗോപാൽ ഇപ്പോൾ പിൻവലിയുന്നതാണ്, ഇപ്പോൾ ഒന്ന് പിന്നോട്ടടിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത്. കാരണം ഇപ്പോൾ കേരളത്തിലെ പൊതുജനാഭിപ്രായം അദ്ദേഹത്തിന് മൊത്തമായി എതിരാണ്. ഇപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്? 6 മാസം മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുന്ന വിധത്തിൽ കേരളത്തിലെ പൊതുജനാഭിപ്രായം മാറ്റിയെടുക്കാം. ഇവിടെ ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും, അതിലും അദ്ദേഹത്തിൻ്റെ ഒരു നോമിനിയെ നിശ്ചയിച്ച് ജയിപ്പിച്ചെടുക്കാം എന്നൊക്കെയാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ അതത്ര എളുപ്പമായിരിക്കില്ല, പ്രത്യേകിച്ച് ഈ ഒരു പരിസ്ഥിതിയിൽ. നമുക്കറിയാം 2001 ഒരു ചരിത്രമുണ്ട്. 2001 ഇതുപോലെ 99 100 സീറ്റുമായിട്ട് കോൺഗ്രസ് സർക്കാർ ഭരണത്തിൽ വന്നു. അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായ ദിവസം അതേ ദിവസം K. മുരളീധരനെ
KPCC അധ്യക്ഷനാക്കി അന്ന് കെ കരുണാകരൻ വിലപേശി നേടിയെടുത്തു. പക്ഷേ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കെ മുരളീധരൻ സ്വന്തം അച്ഛൻ പറയുന്നത് കേൾക്കാതെ AK ആന്റണി പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ കരുണാകരൻ്റെ വിധം മാറി. അദ്ദേഹം ദിവസവും ഓരോ പത്രപ്രസ്താവനകൾ ഇറക്കാൻ തുടങ്ങി ആന്റണിക്കെതിരെ. അത് എന്നിട്ട് അവസാനം കോടത്ത് ഗോവിന്ദൻ നായരെ മത്സരിപ്പിക്കുന്നതിലും 2004 സെബാസ്റ്റ്യൻ പോളിനെ ജയിപ്പിക്കുന്നതിലും TV ചിഹ്നത്തിൽ സെബാസ്റ്റ്യൻ പോളിനെ ജയിപ്പിക്കുന്നതിലും അദ്ദേഹം DIC ഉണ്ടാക്കുന്നതിലും കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ അടുത്ത 25 വർഷത്തേക്ക് ദുർബലമാകുന്നതിലും കലാശിച്ചു. ഇപ്പോൾ KC വേണുഗോപാൽ പിൻവലിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കും. അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ കാര്യം തന്നെ കട്ടപ്പുകയാവും എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ GV ഹരി, KC പിന്മാറുന്നതാണ് നല്ലതെന്ന് ശ്രീ ആനന്ദ് കൊച്ചുകുടിയുടെ നിരീക്ഷണം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിരീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞ KC വളരെ വിമർശിച്ച് അല്ലെങ്കിൽ KC ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ KC ഇങ്ങനെ വരുന്നത് തെറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ തന്നെ അതിനുള്ള മെറിറ്റ് അവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, ഇത്രയും MLA മാർ, ഇത്രയും MP മാർ, ഇത്രയും നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ അദ്ദേഹം AICCയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അദ്ദേഹം പല സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി, എല്ലാവരുമായി നല്ല ബന്ധം. അതുതന്നെയാണ്. അപ്പം ഇത്രയും ആളുകൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മെറിറ്റ് ഉണ്ടാവുമല്ലോ. ആ മെറിറ്റ് തന്നെയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയും. അതുകൊണ്ട് ശ്രീ ആനന്ദിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം, അതൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ഭരണം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിനകത്തൊരു സംശയം ഉണ്ടാവില്ലേ? പൊതുജന പിന്തുണയും അദ്ദേഹം പറഞ്ഞു. നമുക്ക് എല്ലാ നേതാക്കന്മാർക്കും പൊതുജന പിന്തുണയുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പൊതുജന കാൾ എന്ന് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളാണ്. നിങ്ങൾ പറയേണ്ടത് കൊണ്ടു നടന്നത് നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാപ്പ എന്ന് പറയുന്നത് നിങ്ങൾ നാളെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയും. അതുകൊണ്ട് ഞാൻ മാധ്യമങ്ങൾ പറയുന്നതും മാധ്യമ സുഹൃത്തുക്കൾ പറയുന്നതൊന്നും ഞാനൊരു സ്ഥിരമായി സ്ഥായിയായി കാണുന്ന ഒരാളൊന്നുമില്ല. കാരണം പൊളിറ്റിക്സിൽ സ്വാഭാവികമായി നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് പറയുന്ന ആളിനെ കുറിച്ച് നിങ്ങൾ നല്ലത് പറയുന്നത് ചിലപ്പോൾ നാളെ നിങ്ങൾ സതീഷിനെ കുറിച്ച് മോശം പറയും. സ്വാഭാവികമാണ്. ഇന്നും KC വേണുഗോപാലിനെ കുറിച്ച് നിങ്ങൾ വളരെ നെഗറ്റീവായി പറഞ്ഞാൽ നാളെ അദ്ദേഹത്തെ പൂഴ്ത്തി പറയാം. നിങ്ങളുടെ അതൊരു പാർട്ടി, അതൊരു പാർട്ടി. ഇപ്പോൾ ഷാക്കീർ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. നമുക്ക് അതൊരു പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഒരു പാർട്ടിയുടെ ആഭ്യന്തരപരമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ആരാണ് അവിടുത്തെ പാർലമെൻ്ററി കോൺഗ്രസ് CLP ലീഡർ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും അതിനകത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്ന MLA ആണ്. അഭിപ്രായം എല്ലാവർക്കും പറയാം. ഞങ്ങൾ അഭിപ്രായം പറയേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാം. ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനകത്ത് ആര് MLA-മാരാണ് അഭിപ്രായം പറയേണ്ടതെങ്കിൽ MLA-മാർ അഭിപ്രായം പറഞ്ഞ അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസവും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ നിയമസഭാ കക്ഷി യോഗത്തിൽ എന്താണ് MLA-മാരുടെ അഭിപ്രായമെന്ന്. അല്ല, ഞങ്ങൾക്ക് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. അത് നീണ്ടുപോകുന്നതിൽ ലീഗും അസംതൃപ്തി പറയുന്നുണ്ട്. ഇപ്പോൾ ഷാക്കിർ ഇവിടെ പറഞ്ഞു അത് നീണ്ടുപോകുന്നത് ശരിയല്ല. ഷാക്കിർ പറഞ്ഞ അഭിപ്രായം ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, ലീഗിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞല്ലോ, അവസാനം എന്താ അദ്ദേഹം പറഞ്ഞത്? ഓരോ പാർട്ടിക്കും CPM-നുള്ള സമീപനമല്ല ഞങ്ങളുടെ രീതി. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ BJP-യിലുള്ള സമീപനമല്ല ഞങ്ങളുടെ ഇത്. കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ന്യായീകരിക്കാൻ തയ്യാറായില്ല. അല്ല, ന്യായീകരിക്കേണ്ട, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ. അദ്ദേഹം ലീഗിനെ റെപ്രസെൻറ്റ് ചെയ്യല്ലേ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വക്താവ് എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ആ പ്രൊസീജിയേഴ്സ് എവിടെയാണെങ്കിലും അതുപോലെ തന്നെ തുടരും. അത് ഇവിടെ മാത്രമല്ല, ഹിമാചലിലും ഇതേ കാര്യം ഉണ്ടായിട്ടുണ്ട്. കർണാടകത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നേതാക്കന്മാരെ കേന്ദ്രത്തിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഒന്നുകിൽ നിയമസഭാ കക്ഷി യോഗത്തിൽ MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം, അല്ലെങ്കിൽ അത് മറികടന്നുള്ള മറ്റൊരു തീരുമാനം. ഇതിപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. മറികടന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിയമസഭാ കക്ഷി യോഗത്തിലെ തീരുമാനമാണെങ്കിൽ അന്നോ പിറ്റേ ദിവസവും പ്രഖ്യാപിക്കാം. അതൊക്കെ ഞങ്ങളുടെ സൗകര്യമല്ലേ. ഞങ്ങൾ അതിനകത്ത് എങ്ങനെ വേണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ അറിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അത് ചിലപ്പോൾ ഫോണിൽ പറയണം, ചിലപ്പോൾ മെയിൽ നിങ്ങൾ പറയുമായിരിക്കും. എങ്ങനെയാണ് കഴിയുന്നത്? ഇന്ന് തീയതി എത്രയാണ്? ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു 4-ാം തീയതിയാണല്ലോ തെരഞ്ഞെടുപ്പ് കഴിയുന്നത്. 5ഉം 6ഉം ഈ MLA-മാർക്ക് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണാനും അവരുടെ മണ്ഡലത്തിലുള്ള ആളുകളെ കണ്ട് നന്ദി പറയാനും എന്നിട്ട് പോലും അവരെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വിളിപ്പിച്ചു. ആ 2 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വിളിപ്പിച്ച് ഈ കേന്ദ്ര നിരീക്ഷകർ ഇവിടെ വന്നിട്ട് അവർക്കൊന്ന് ഡൽഹിയിൽ പോകാനുള്ള സാവകാശം. ഞാനിത് ന്യായീകരണമല്ല, ഞാൻ ഫാക്ട്സ് ആണ് പറയുന്നത്, വസ്തുതകളാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ന്യായീകരണമായി തോന്നും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് റിസൾട്ട് വന്ന് പിറ്റേ ദിവസം മുഖ്യമന്ത്രി വരണമെന്നാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി വരാത്തതിൻ്റെ പ്രശാസനങ്ങളായിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ആ പ്രൊസീജിയർ ഞങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യും. ആ പ്രൊസീജിയർ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നീണ്ടാൽ നിങ്ങൾക്ക്
പറയാം. നിങ്ങൾ പറയുകയാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാളേക്ക് ഇത് പോയാൽ നിങ്ങൾ പറയുന്നതിനകത്തൊരു ന്യായമുണ്ട് എന്ന് ഞാനടക്കം അടുത്ത ചർച്ചയിൽ ഞാൻ വരുമ്പോൾ ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ മഞ്ജുഷിനോട് ഞാൻ തന്നെ പറയും, വക്താവ് എന്ന നിലയിൽ പറയും, തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഇനി അതിനെന്തെങ്കിലും കൃത്യമായ കാരണമുണ്ട്, അഥവാ നീണ്ടുപോയി കഴിഞ്ഞാലും അതിന് കാരണമില്ലാതെ അതിന് മറ്റൊരു കാരണം കണ്ടെത്തും. നോക്കൂ, അങ്ങനെയല്ല ഞാൻ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് അധികം നീണ്ടുപോയി. കാരണം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇപ്പോഴാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയത്. കൃത്യമായി പ്രധാനപ്പെട്ട എല്ലാവരോടും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് ഞങ്ങൾ ഇനി അനൗൺസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ആ അനൗൺസ്മെൻറ്റ് ഞങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഇതുണ്ടായേക്കും. അതിൻ്റെ അർത്ഥം ഞങ്ങളിതെല്ലാം ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയെന്നാണ്. ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കാം. 2016 കേരളത്തിലെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കൂ, എത്ര ദിവസം നീണ്ടുപോയി. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ തർക്കത്തിന്റെ കാര്യം സാഹചര്യങ്ങളാണ് മഞ്ജുഷ. ഇപ്പം ഞാൻ പറയട്ടെ, കഴിഞ്ഞ പിണറായി സർക്കാർ 2ാം തവണ അധികാരത്തിൽ വന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, എന്നിട്ട് പോലും എത്ര ദിവസം എടുത്തു? 20 ദിവസമാണ് ആ സർക്കാർ, അടുത്ത സർക്കാർ വരാൻ. അതായത് ഒരു സർക്കാർ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി ഇരിക്കെ തന്നെ അദ്ദേഹം വിജയിച്ച് 2ാം തവണ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് 20 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. അല്ലെന്ന് മഞ്ജുഷ പറ, 20 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇവിടെ 7-8 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. 50 ദിവസം ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു, 50 നേതാക്കൾ തന്നെയാണ് പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിലാകും, 2 മണിക്കൂർ മതി തെരഞ്ഞെടുക്കാൻ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത്. അത് അല്ല, തെരഞ്ഞെടുപ്പ് അന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പറ്റിക്കാനൊന്നും ജനങ്ങളെ ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവുമില്ല, മുഖ്യമന്ത്രിയെ ഉടൻ തീരുമാനിക്കും എന്നൊരു പ്രതീതി ജനങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിധം മാറി. അല്ല മഞ്ജുഷേ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറും. എന്ത് സാഹചര്യമാണ്? ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറയട്ടെ ഒരുപാട് രാഷ്ട്രീയ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നിങ്ങൾക്ക് കിട്ടണോ? അല്ല, ഞാൻ പറയില്ല, ഭൂരിപക്ഷം മാത്രമല്ലല്ലോ. നമുക്ക് ഒരു പാർട്ടി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ച് അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമല്ല, ആ പാർട്ടി മുന്നോട്ട് പോകണം. ആ പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ പാർട്ടിക്ക് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വരിക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ജനങ്ങളുടെ ആഗ്രഹം ഭരണസ്തംഭനം ഉണ്ടാകരുത്. ഞാൻ ചോദിക്കട്ടെ, 35 ദിവസം ഭരണം ഇവിടെ മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുക്കാത്ത എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. അപ്പോഴൊന്നും നിങ്ങളുടെ ആരുടെയും ആവേശം കണ്ടില്ലല്ലോ. 50 ദിവസം ഡൽഹിയിൽ എനിക്ക് മനസ്സിലായി എങ്ങനെ ഡൽഹിയിൽ 50 ദിവസം ഞാൻ പറയാം. ആ കണക്ക് ഞാൻ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞുതരാം. മഞ്ജുഷിന് ഈ കണക്കാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ 50 ദിവസം ഞാനതിനുള്ള കൃത്യമായ കണക്ക് കൃത്യമായിട്ട് തന്നെ മഞ്ജുഷിനോട് പറയാം. കാരണം ഞാനത് വെറുതെ പറഞ്ഞു പോകുന്നതാണ് എന്നൊരു തോന്നൽ അങ്ങ് പറയുമ്പം കേൾക്കുന്ന ആളുകൾക്ക് തോന്നാം. അത് പാടില്ലല്ലോ. നോക്കൂ, ഞാൻ 2-3 സംസ്ഥാനങ്ങളുടെ കാര്യം പറയാം. മഹാരാഷ്ട്രയിൽ 2024 കാര്യം പറയാം. 2024 ഫലപ്രഖ്യാപനം വരുന്നത് നവംബർ 23-ാം തീയതി ആണ് ഫലപ്രഖ്യാപനം വരുന്നത്. അവിടെ ദേവേന്ദ്ര ഫഡ്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എപ്പോഴെന്നറിയാമോ? ഡിസംബർ 5-ാം തീയതിയാണ്. അതായത് 12 ദിവസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അനുമതി തെരഞ്ഞെടുത്തു. മഹാരാഷ്ട്രയിൽ സത്യപ്രതിജ്ഞയ്ക്ക് സമയമെടുത്തു, മുഖ്യമന്ത്രി അനുമതി തെരഞ്ഞെടുത്തു. മഞ്ജുഷ, മുഖ്യമന്ത്രി തെരഞ്ഞെടുത്താലും ഇനിയും ദിവസങ്ങൾ നീളും. സംബന്ധിച്ചിടത്തോളം സർക്കാർ വരിക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുക ഞങ്ങൾക്ക് വിടുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ. മുഖ്യമന്ത്രി തെരഞ്ഞെടുത്താലല്ലേ സർക്കാർ വരികയുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ ഇതിന് സമയമില്ല. 12 ദിവസമാണെന്ന് ഈ പറയുന്നത്. കർണാടകത്തിലെ കാര്യം കൂടെ പറയാം. മധ്യപ്രദേശിൽ വേണ്ട, കർണാടകം വിടാം. അല്ല, അത് അവിടെ നിൽക്കട്ടെ. മധ്യപ്രദേശിൽ 2023 ഫലം വരുന്നത് ഡിസംബർ 3-ാം തീയതി 2023. മോഹൻ യാദവ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഡിസംബർ 13-ാം തീയതിയാണ്. രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 2023 മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നറിയാവോ? ഡിസംബർ 3-ാം തീയതി ഫലപ്രഖ്യാപനം വരുന്നു. ഡിസംബർ 15-ാം തീയതിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. ഇതൊക്കെയുണ്ട്. നിങ്ങൾക്ക് ഈ കേരളം മാത്രം നിങ്ങളിങ്ങനെ പിടിച്ചോടും. ഇതൊന്നും നിങ്ങൾ പറയുന്നത്, ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പറയുന്ന ന്യായീകരണത്തിന് കാര്യമില്ല. പക്ഷേ ഇപ്പോഴുള്ള ഈ സമയത്ത് ഒരിക്കലും ഇത് നീണ്ടുപോയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള കൃത്യമായ ചർച്ചകൾ, ജനാധിപത്യപരമായ ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആരോടും കൺസൾട്ട് ചെയ്യാതെയാണ് ഇത് പ്രഖ്യാപിച്ചെന്ന് ഇനി കേരളത്തിലെ ഒരു നേതാവും പറയാത്ത രീതിയിലാണ് ഹൈക്കമാൻഡ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ശരി, ശ്രീ സിബി സത്യൻ, താങ്കൾ പറഞ്ഞു ഈ രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും KC വേണുഗോപാലിന്റെ പിന്മാറിയാലെന്ന്. പക്ഷേ ആനന്ദ് കൊച്ചുകൂടി അതിനോട് യോജിക്കുന്നില്ല. KCക്ക് നല്ലത് പിന്മാറുകയായിരുന്നു എന്നാണ്. പിന്മാറിയിട്ടില്ല, അത് മറ്റൊരു കാര്യം. മഞ്ജുഷ, ഇതിനകത്ത് അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ അവസാനം വന്നത് 2011-ലാണ്. ഈ 2011 കേരളത്തിൽ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ശക്തമായിരുന്നില്ല. ഇപ്പൊ അതിനുശേഷം ഏതാണ്ട് 15 വർഷത്തിന് ശേഷമാണ് വീണ്ടും അധികാരത്തിന്റെ പടിവാതിൽക്കൽ അവരെത്തുന്നത്. ഞാൻ പല ചർച്ചകളിലും സ്ഥിരമായി പറയാറുള്ളത് പോലെ ഈ സോഷ്യൽ മീഡിയ, ടെക്നോളജി തുടങ്ങിയ സാധനങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും അതിന്റെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ അവർ പതറിപ്പോകുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അതായത് VD സതീശൻ മുന്നോട്ട് വെച്ച ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയത്.
ഹൈക്കമാൻഡ് അടക്കം അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ അടക്കം. അതിന്റെ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതായത് ഇതിനകത്ത് 1-2 ട്രാൻസ്പെറൻസി ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, എം പിമാരും മത്സരിക്കേണ്ട എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ആരും മത്സരിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരാൻ ഏതാണ്ട് 1 മാസം സമയമുണ്ടായിരുന്നു. ഈ 1 മാസ സമയത്തിൽ ഏതെങ്കിലും ഒരു പ്രമുഖ നേതാവ് അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്കാർ തീർച്ചയായും കേരളത്തില് ഒരു തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാവുകയാണെങ്കിൽ കെ സി വേണുഗോപാലിനെ അടക്കം ഞങ്ങൾ പരിഗണിക്കും എന്നൊരു വാക്ക് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര എതിർപ്പുണ്ടാവത്തില്ലായിരുന്നു. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ശക്തി മനസ്സിലാക്കാതെ ഹൈക്കമാൻഡ് അവരുടെ പതിവ് രീതിയിൽ ഒരു ഓപ്പറേഷൻ നടത്താനുള്ള ശ്രമമാണ് നടത്തിയത്. അതാണ് പൊളിഞ്ഞു പോയത്. ആത്യന്തികമായിട്ട് അതായത് ജനങ്ങളുടെ പൾസ് സോഷ്യൽ മീഡിയയിലോ വളരെ പെട്ടെന്ന് പുറത്തു വരുമെന്നും അത് താങ്കൾക്ക് അപകടകരമായേക്കും എന്നുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിന് മനസ്സിലായില്ല, അല്ലെങ്കിൽ അവർ അവഗണിച്ചു. അതിന് അവരൊരു വില കൊടുക്കുന്നുണ്ട്. ഒബ്വിയസ്ലി നാളെ നേതാവിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പൊട്ടിത്തെറികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആത്യന്തികമായിട്ട് അവരത് ഒതുക്കുമായിരിക്കും. അത് വേറെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇതിനകത്ത് വേറൊരു സംഗതി കൂടിയുണ്ട്. അതായത് AICC ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ശ്രീ കെ സി വേണുഗോപാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓണറബിൾ എക്സിറ്റ് കൂടിയാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരള മുഖ്യമന്ത്രി പദം. ഇതിനകത്ത് കാരണം അവിടെ ഈ അദ്ദേഹത്തിന് ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനത്ത് പകരം ആരെങ്കിലും അവരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിലെ ലോബി വളരെ കാലമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് അങ്ങനെ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ വളരെ മാന്യമായിട്ട് പുനരധിവസിപ്പിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഈ മുഖ്യമന്ത്രി പദം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നിലവിൽ എന്താ സംഭവിച്ചത്? നിലവിൽ അത് കുറച്ച് കൈവിട്ടുപോയി. കാരണം നിലവിൽ കേരളത്തിലെ അവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാലിനെ ഒരു വില്ലനാക്കി മാറ്റുന്നതിൽ എതിർപക്ഷങ്ങൾ വിജയിച്ചു. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു വില്ലനായിട്ട് സമൂഹ മാധ്യമങ്ങളിലും പൊതുജന മധ്യത്തിലും ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു യൂസപ്പർ ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഒരു പിടിച്ചെടുപ്പുകാരനായിട്ട്, ഒരു കടന്നുകയറ്റക്കാരനായിട്ടാണ് ഇപ്പൊ ചിത്രീകരിക്കപ്പെടുന്നത്. ഇവിടെ 2 വഴികളാണ് അദ്ദേഹത്തിന് മുന്നിൽ. ഒന്നെന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് പിന്മാറുക. തൽക്കാലം എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് 2 വർഷത്തെ ഒരു ആദ്യത്തെ ഒരു സ്പ്ലിറ്റ് ടൈം കൊടുത്തിട്ട് അദ്ദേഹം അതിനുശേഷം തിരിച്ചു വരിക. അപ്പം സ്ഥിതിഗതികൾ കുറച്ചുകൂടെ ശാന്തമായിരിക്കും. അദ്ദേഹത്തിന് കുറച്ചുകൂടെ ശാന്തമായിട്ട് തിരിച്ചെത്താൻ പറ്റും. ഒരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ബൈ ഇലക്ഷൻ ഒഴിവാക്കാൻ പറ്റും. ഇത് ഒരു മെത്തേഡ്. പക്ഷെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അന്നേരവും മനസ്സിലാകും, അതായത് ആ 2.5 വർഷം കഴിഞ്ഞു വന്നാലും ചിലപ്പോൾ ഇതേ പൊതുജന വികാരം ഇതുപോലെ തന്നെ ആളിക്കത്തിച്ച് നിർത്താൻ ചിലപ്പോൾ എതിർ കക്ഷികൾക്ക് കഴിഞ്ഞേക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഞാൻ 2.5 വർഷം നിൽക്കുന്നത്? പകരം എന്തായാലും വില്ലനായി, സാരമില്ല, ഞാനത് വന്നിട്ട് എന്റെ ഭരണം കൊണ്ട് ശരിയാക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വേറെ. ഇപ്പൊ നിലവില് നമുക്ക് ഡൽഹിയിലെ ഒരു മൂഡ് വെച്ച് മനസ്സിലാവുന്നത് അദ്ദേഹം ശക്തമായി വരാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ്. അദ്ദേഹം ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ക്ലെയിം വിട്ടുകളയുന്നില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ MLA-മാരുടെ പിന്തുണയുണ്ട്, മറ്റെല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഭൂരിപക്ഷം നേതാക്കന്മാരുടെയും പിന്തുണ, ഇപ്പം വിളിപ്പിച്ച ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കളും കെ സി വേണുഗോപാലിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് എന്നാണ് പല സോഴ്സുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉറച്ച ചാൻസ് ഉണ്ട്. അദ്ദേഹം അത് വിട്ടുകളയാതെ ചിലപ്പോൾ അത് മുറുകെ പിടിച്ച് വരാനുള്ള സാധ്യതയാണ് ഒന്ന്. രണ്ടാമത്തത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഓണറബിൾ എക്സിറ്റിനെ കുറച്ചൊന്ന് ലേറ്റ് ആക്കുക. AICC ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനത്തുനിന്നുള്ള ആ എക്സിറ്റിനെ കുറച്ചൊന്ന് ലേറ്റ് ആക്കിയിട്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം കൊടുത്തിട്ട് കുറച്ചുകൂടെ, അതായത് ഈവൻ എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും അദ്ദേഹം പിന്മാറിക്കൊണ്ട് പകരം ഒരാളിനെ നിർദ്ദേശിച്ച് ഈ നഷ്ടപ്പെട്ട ഇമേജ് റീബിൽഡ് ചെയ്യാൻ ശ്രമം അദ്ദേഹത്തിന് നടത്താം. അതായത് ഇപ്പം എല്ലാവരുടെയും പിന്തുണ ഇദ്ദേഹത്തിനാണ്, പക്ഷേ അദ്ദേഹം ഇന്നയാളുടെ പേര് നിർദ്ദേശിച്ചു, 2.5 വർഷത്തേക്ക് അയാളായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു സംവിധാനം കൂടെ ഉണ്ടാക്കാനുള്ള ഒരു സുവർണ അവസരമുണ്ട്. അത് വേണുഗോപാലിന്റെ നിലവിലുള്ള നഷ്ടപ്പെട്ടു പോയ ആ യശസ്സിനെയും ഇമേജിനെയും തിരിച്ചു പിടിക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. കാരണം സ്ഥാനത്യാഗം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ സംഭവമാണ്. അത് ജനങ്ങൾ ഓർത്തിരിക്കും. അത് ജനങ്ങൾ വളരെ കൃത്യമായിട്ട് അതിന്റെ ഒരു മെറിറ്റ് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ അത്തരം ഒരു സാധ്യത കൂടെ നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ശ്രീ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തുക. അതല്ല, നേരത്തെ പറഞ്ഞതുപോലെ ജനഹിതം എന്തായാലും ഇങ്ങനെയൊക്കെയാണ്, ഞാൻ എന്തായാലും വരുന്നു, ഞാൻ കൃത്യമായി ഭരിച്ച് എന്റെ UDF മുന്നോട്ട് വെച്ചിരിക്കുന്ന KSRTC സ്ത്രീകളുടെ സൗജന്യ യാത്രയോ അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കും 1000 രൂപ കൊടുക്കുന്ന പദ്ധതിയോ നടപ്പിലാക്കിയാൽ ജനം ഒരു അടുത്ത 2-3 മാസത്തിനുള്ളിൽ ഇതെല്ലാം മറന്ന് അവർ സെറ്റിൽ ആയിക്കോളും എന്ന് പറയുന്ന ഒരു ധാരണയും അദ്ദേഹം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് എനിക്ക് ഏകദേശം തോന്നുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനഹിതം അനുസരിച്ച് മുഖ്യമന്ത്രി വരണം എന്നാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജനഹിതം എന്ന് പറയുമ്പോൾ ഈ ജനഹിതത്തിൽ എവിടെയും കെ സി വേണുഗോപാൽ ഇല്ലല്ലോ, അദ്ദേഹം മത്സരിച്ചിട്ടേ ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ. അത് മാത്രമല്ല MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനവുമായിരുന്നു. അപ്പോൾ അത് മറികടന്ന് വരുമ്പോൾ അത് ജനഹിതമായിട്ട് അതിനെ കണക്കാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ജനഹിതത്തിൽ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അവിടെ കെ സി ഇല്ല ആ ജനഹിതത്തിൽ എന്ന്?
ആളുകളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വൈകുന്നേരം കെ മുരളീധരൻ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട്. ജനഹിതം കോൺഗ്രസ് നിരാകരിക്കരുത്. കോൺഗ്രസ് മാത്രം വിചാരിച്ചാൽ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയില്ല. അതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ന് വൈകുന്നേരം AICC നേതൃത്വത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ ശേഷം മാധ്യമങ്ങളുമായി പറഞ്ഞ വാചകം ഇങ്ങനെ കൃത്യമാണ്: ജനഹിതം നിരാകരിക്കരുത്. അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും സ്റ്റാൻഡ്. അവിടെ വ്യക്തികൾ ആരാണ്, നേതാവ് ആരാണ് എന്നൊക്കെ തീരുമാനിക്കാനുള്ള ശേഷി കോൺഗ്രസിന്റെ നേതൃത്വത്തിനുണ്ട്. അവർ തീരുമാനിക്കട്ടെ. സ്വാഭാവികമായും ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ ആ മുന്നണി സംവിധാനത്തിൽ പ്രമുഖ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് അഭിപ്രായം പറയാൻ വേണ്ടി അവർ ക്ഷണിച്ചു. ലീഗ് അഭിപ്രായം പറഞ്ഞു. ആ പറഞ്ഞ അഭിപ്രായം ഇനി അവർ തീരുമാനമായി വരുമ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞ അഭിപ്രായമാണോ തീരുമാനമായി വരുന്നത്, അല്ല മറിച്ചുള്ളതാണോ, അത് രണ്ടായാലും മുസ്ലിം ലീഗ് യോഗം ചേർന്ന് ലീഗിന്റെ തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ സ്റ്റാൻഡായി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് അങ്ങനെ പറഞ്ഞത്. പഴയ കാലങ്ങളിലൊന്നും മുസ്ലിം ലീഗ് അങ്ങനെയല്ല പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും എന്താ പറയുക മിടുക്കനായ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ആ വാചകം ഉപയോഗിച്ചിട്ടുള്ളത്. അത് പാർട്ടിയുടെ തീരുമാനമാണ്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും പാർട്ടികളെ തമ്മിൽ തെറ്റിക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തെറ്റായ മെസ്സേജ് കൊടുക്കാനോ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. എന്നാൽ ഇത്തരം സംഗതികളൊക്കെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും ജനഹിതത്തിന് വിരുദ്ധമായ തീരുമാനം വന്നാൽ അത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതല്ല. ജനഹിതം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് തന്നെ ആ ജനഹിതം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അത് കേൾക്കേണ്ട എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഏത് വ്യക്തിയാണ് നിങ്ങൾ മാറ്റി ആണെന്നുള്ള കാര്യം. അതല്ലായിരുന്നുവെങ്കിൽ ഇതൊരു തീരുമാനം വരട്ടെ എന്നിട്ട് ജനങ്ങൾ പ്രതികരിക്കാമെന്ന് പറയുന്നത് അർത്ഥമില്ല. കാരണം അത് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറയുമെന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് എതിർപ്പ് തന്നെയാണ്. അതായത് അങ്ങനെയാണോ? അങ്ങനല്ല. അല്ല, അത് വ്യക്തികളോടോ അല്ല, അത് മനുഷ്യർ തെറ്റിദ്ധരിപ്പിക്കല്ലേ? 3 നേതാക്കൾ തമ്മിലാണല്ലോ ഈ മത്സരം പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയോ അവിടെയുണ്ട്, കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഞാൻ നേരത്തെ പറഞ്ഞു മഞ്ജുഷേ, ഇത് മുസ്ലിം ലീഗിന് താല്പര്യമല്ല. നിങ്ങൾ മഞ്ജുഷ് നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ തന്നെ ശരിക്കും തിരുത്തേണ്ടിയുണ്ട്. ഞാനപ്പോൾ ഇടപെടാവുന്നത്. അതായത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും VD സതീശന്, അതുപോലെ വെള്ളാപ്പള്ളിയും മറ്റു ചില ആൾക്കാരും KC വേണുഗോപാലിന്, ഇങ്ങനെ നിങ്ങൾ സുകുമാരൻ നായരും വേറെയുള്ള ആൾക്കാരും ചെന്നിത്തലക്ക് നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ കാറ്റഗറൈസ് ചെയ്യല്ലേ? ഞാൻ ആ രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ വെട്ടുവാൻ വേണ്ടി പ്രചാരണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രചാരണങ്ങൾ തെറ്റാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. എല്ലാ സമയത്തും ബ്രേക്കിംഗ് ന്യൂസ് ഇനി തിരുവമ്പാടി അങ്ങോട്ട് കൊടുത്ത് പട്ടാമ്പി ഇങ്ങോട്ട് എടുത്ത് തിരുവമ്പാടി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വരണം, ക്രിസ്ത്യൻ സമുദായത്തിൽ ഇന്ന സമുദായം വരണം, ഇന്ന വിഭാഗം വരണം. എന്തായി ഒടുവിൽ ഈ നിങ്ങൾ പറഞ്ഞ തീരുമാനമായോ? മുസ്ലിം ലീഗിന്റെ തീരുമാനമെടുത്ത്, കോൺഗ്രസിന്റെ തീരുമാനമെടുത്ത് UDF വലിയ വിജയം നേടി. നിങ്ങൾ ഇതേപോലെയുള്ള നിങ്ങൾ കാത്തിരുന്നോ? ഇതിൻ്റെയൊക്കെ തീരുമാനം വരുമ്പോൾ അത് ജനഹിതത്തിനനുസരിച്ചായിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. വൈകുന്നു, ഇതിന്റെ നടപടിക്രമങ്ങൾ പെട്ടെന്ന് ആവണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിപ്രായമുണ്ട്. അത് ഏതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് ന്യായീകരിക്കാൻ നമ്മൾ നിൽക്കുന്നില്ല. ജനങ്ങൾ ഈ പിണറായിയുടെ കാലം പെട്ടെന്ന് അവസാനിച്ച് ജനങ്ങൾ അതിന്റെ മാൻഡേറ്റ് UDF കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ UDF അധികാരത്തിൽ വന്ന് ആ ഭരണം തുടങ്ങാനുള്ള ഒരു സാഹചര്യം ആവാത്തതിന്റെ പ്രയാസമുണ്ട്. നിങ്ങൾ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ? പക്ഷേ ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നു. കേരളത്തെ പ്രതിപക്ഷ നേതാവ് അവിടെ തീരുമാനിക്കുമെന്ന ഇവരൊക്കെ പറഞ്ഞിരുന്നത്. ഒടുവിൽ തിരിച്ചു വന്നിട്ട് എന്താ ഇവർ പറഞ്ഞത്? MA ബേബി എന്താ പറഞ്ഞത്? അത് പിണറായി വിജയൻ തീരുമാനിക്കും. അവിടെ ഏകാധിപത്യമാണ്, സ്വേച്ഛാധിപത്യമാണ്. കോൺഗ്രസിലോ UDF അങ്ങനെയല്ല. അവിടെ പാർട്ടി കുറച്ചുകൂടെ വിശാലമായ ജനാധിപത്യമാണ്. പറയാം. പിന്നെ ജനാധിപത്യം എന്ന ആ ഒരു മനോഹരമായ പേരിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. പറയല്ലേ അതായത് മഞ്ജുഷിന് ജനാധിപത്യത്തെ അറിയില്ലേ? അല്ല, അങ്ങനെയാണോ? മാത്രമല്ല തമ്മിലടി പരിഹരിച്ചു കഴിയുമ്പോൾ ജനാധിപത്യ പാർട്ടിയാണെന്ന് തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഏകാധിപത്യം CPM-ൽ നടക്കുന്നു. അതിന് ശേഷം നിങ്ങൾ പറയും ജനാധിപത്യപരമായിട്ട് അതെല്ലാം പരിഹരിച്ചുവെന്ന്. ഇത് കാണാനും കേൾക്കാനും തുടങ്ങിയിട്ട് വർഷങ്ങൾ കൂടെയായി. ശ്രീ CK ഷാക്കിർ പറഞ്ഞോളൂ. മഞ്ജുഷേ, അങ്ങനെയാണെങ്കിൽ പോളിറ്റ് ബ്യൂറോ ഇന്ന് VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും എന്തിനാണ് ഒഴിവാക്കിയത്?
എന്തിനായിരുന്നു? അതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിനോട് തിരിച്ചു പറയേണ്ടി വരും. അതൊക്കെ എന്നാൽ CPM-ഉം കോൺഗ്രസും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്, ഒരേ രീതിയിൽ പോയാൽ മതി. CPM അങ്ങനെ കാണിച്ചില്ലേ, ഞങ്ങൾ അതിന്റെ അപ്പുറം കാണിക്കുമെന്ന് പറയുന്നതിന് തുല്യമായിട്ട് അത് തന്നെയാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇത്രയും ദിവസങ്ങൾ എടുത്തില്ലേ, ഞങ്ങളും അതിനപ്പുറം ദിവസങ്ങൾ എടുത്താലും നിങ്ങൾ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, കോൺഗ്രസ് പാർട്ടിയോടാണ്, ഒരു പ്രതീക്ഷയോട് കൂടിയാണ് കോൺഗ്രസിനെയും UDF-നെയും ഇത്തവണ ജനങ്ങൾ അധികാരത്തിൽ എത്തിയത്. അതിനെ മറിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനെ പുച്ഛിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോഴാണ് അതിനെ കാണണം. മഞ്ജുഷ പറഞ്ഞതന്നെ കറക്റ്റ്. മഞ്ജുഷ നിങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ്. അല്ല, നിങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് ഈ ജനഹിതം കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് എന്താ പറയാ പരിഗണിക്കണം, അത് വേഗത്തിലാക്കണം, ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകരുത്. അത് കേരളീയർ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അവിടെ നമ്മൾ തമ്മിൽ തർക്കത്തിന്റെ ആവശ്യമില്ല. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഈ പറയുന്ന ഈ ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, പിന്നെ NSS, SNDP, ക്രൈസ്തവ സഭകൾ ഈ ഇക്വേഷനിലേക്ക് വരാൻ കാരണം VD സതീശന് കിട്ടുന്ന പിന്തുണ അത് ഈ രീതിയിലാണ് വരുന്നത്. ലീഗ്, ജമാഅത്തെ ഇസ്ലാമി പിന്തുണയാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നതുകൊണ്ടാണ്. ഇത് കണ്ടുകൊണ്ട് ക്രൈസ്തവ സഭകൾ KC വേണുഗോപാലിനെ പിന്തുണച്ചിട്ടുണ്ട്, സോണിയാഗാന്ധിയെ നിലപാട് അറിയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് സിറോ മലബാർ സഭ. ഇതൊക്കെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, അത് ഈ വിഷയത്തിൽ സതീശനെ ലീഗ് ഇങ്ങനെ ഔട്ട് ഓഫ് ദി വേ എന്ന് വെച്ചാൽ ഒരു പരിധിക്കപ്പുറം പിന്തുണയ്ക്കാൻ മുതിർന്നത് അത് സതീശന് തന്നെ തിരിച്ചടിയാകുമോ എന്ന് സംശയിച്ച ഒരാളാണ് ഞാൻ. ഇത് ഈ കഴിഞ്ഞ 8 ദിവസമായിട്ടുള്ള ചർച്ചകളിൽ വിവിധ ചാനലുകളിൽ ഞാൻ 1-2 തവണ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലെന്താണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താണ്? ഇതിപ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ലീഗ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഞാൻ സമീകരിക്കുകയല്ല. ലീഗ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മതേതര പാർട്ടിയാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പതാകവാഹകരായിട്ടുള്ള, എന്നാൽ ലീഗിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന, അവരുടെ ആശയങ്ങൾ ലീഗിൻ്റെ അണികളിലേക്ക് മീഡിയ വൺ ചാനൽ വഴി കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഇതിനെ രണ്ടും ഞാൻ സമീകരിക്കുകയല്ല, അത് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ എന്തുകൊണ്ടാണ് ലീഗ് സതീശനെ ഒരു പരിധിക്കപ്പുറം പിന്തുണയ്ക്കുന്നത്? പണ്ടൊക്കെ നമുക്കറിയാം ലീഗ് പല തവണയും പല വിഷയത്തിലും, ഇപ്പോൾ കെ കരുണാകരൻ രാജിവെക്കുന്ന പശ്ചാത്തലം അറിയാം, AK ആൻ്റണി 2004 രാജിവെക്കുന്ന പശ്ചാത്തലം അറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൽ 5-ാം മന്ത്രി വിവാദം, ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിനൊക്കെ അപ്പുറം ഇപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തെ ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഇലക്ഷന് കുറച്ച് നാൾ മുൻപ്, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുൻപ് ലീഗിൽ ഒരു വിഭാഗം LDF-ൽ ചേക്കേറണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. അന്ന് ഈ KM ഷാജിയെ പോലെയും മുനീർ സാഹിബിനെ പോലെയുള്ള ആൾക്കാർ വളരെ ശക്തമായി നിന്നതുകൊണ്ടാണ് ആ ഒരു വിഭാഗത്തിന്, കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന് ആ കാര്യത്തിൽ ഒരു അപ്രമാദിത്വം ലീഗിൽ കിട്ടാതെ പോയതും പാണക്കാട് തങ്ങളുടെ പിന്തുണ അതിന് കിട്ടാതെ പോയതും ഒക്കെ കൊണ്ടാണ് അത് നടക്കാതെ പോയത്. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായിട്ട് വളരെ ശക്തമായി ഇവിടെ കോൺഗ്രസ് മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ തിരിച്ചു വന്നില്ലെങ്കിലും അങ്ങനെ ശക്തമായൊരു പ്രകടനം നടത്തിയതിന് വഴി ലീഗിൽ ആ ചർച്ചയ്ക്ക് അവസാനം വിട്ടു. അപ്പോഴും ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റുമോ, 2 ടേം പുറത്തിരുന്ന ശേഷം കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റുമോ എന്ന് ലീഗിൽ പല നേതാക്കൾക്ക് സംശയമുണ്ടായിരുന്നു. അത് എന്നോട് മാത്രമല്ല പലരോടും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാലയളവിലാണ് സതീശൻ പല വിധത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി. അപ്പോൾ ഇതിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിക്ക് അവർക്ക് കേരളത്തിൽ 2% പോലും വോട്ടില്ലെങ്കിലും അവരുടെ ഈ മീഡിയ ഇക്കോസിസ്റ്റം വഴി അവർക്ക് വലിയ തോതിൽ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ, മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ഒപ്പീനിയൻ ഫോർമേഷൻ നടത്താൻ പറ്റുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടി, അല്ലെങ്കിൽ അവരുടെ പത്രം, പണ്ട് മാധ്യമപത്രമായിരുന്നു, ഇപ്പോൾ ആ പത്രത്തിന് അത്രയും ഒരു ശക്തിയില്ല, എങ്കിലും പല വിധത്തിൽ അവർക്ക് ഒപ്പീനിയൻ ഫോർമേഷൻ നടത്തിയെടുക്കാൻ പറ്റും. പക്ഷേ ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഡയറക്റ്റായിട്ട് നേരിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക അത് അസാധ്യമാണ്. കാരണം അങ്ങനെ വന്നാൽ ആ ലീഗിൻ്റെ മൊത്തത്തിലുള്ള അണികളുടെ പിന്തുണ അവർക്ക് നഷ്ടപ്പെടും. അത് വലിയൊരു വിഭാഗം അണികൾ ആ ഒരു പേരിൽ കാന്തപുരം വിഭാഗത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്, സമസ്തയുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, സതീശനെ ഉപയോഗിച്ചുകൊണ്ട്
ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ലീഗിൻ്റെ ആവശ്യപ്രകാരം സതീശൻ തന്നെ നടത്തിയെടുക്കുകയും അതിൻ്റെ പാപഭാരമെല്ലാം സതീശൻ ഏറ്റെടുക്കുകയും ചെയ്തു. 2 തവണ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ നോക്കി. അത് അദ്ദേഹത്തിന് വലിയ തോതിൽ തിരിച്ചടിയായപ്പോൾ അപ്പോഴും അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മതേതര കക്ഷി എന്ന രീതിയിൽ പ്ലേസ് ചെയ്യാനും SDPI എന്നാൽ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനും സതീശൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകുമോ എന്നൊക്കെ സംശയിച്ചിരുന്ന ആൾക്കാരെ പോലും അത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് പക്ഷേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഈ ഘട്ടത്തിൽ ലീഗിന്റെ ഈ പിന്തുണ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പിന്തുണ, ഈ ജമാഅത്തെ ഇസ്ലാമിയെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ച ഇക്കാര്യം ഇത് സതീശിന് തിരിച്ചടിയാകുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. ക്രൈസ്തവ സഭകൾ മറുവശത്ത്, ഒപ്പം NSS, SNDP ഇവയെല്ലാം സതീശിനെതിരെ വരികയും KC-ക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുകയും അങ്ങനെയുള്ള ക്യാമ്പയിനിങ്ങിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഇതിന് 2 വശമുണ്ട്. ഇപ്പോൾ ക്രൈസ്തവ സഭകൾക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിഷയം തന്നെയാണ്. അവർ ജമാഅത്തെ ഇസ്ലാമി ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറില്ല. അവർക്ക് ലീഗിനെ വളരെ മതേതരമായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് കാണുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഒരു തരത്തിലും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് എന്ന് ക്രിസ്തീയ സഭകൾക്കും ഒരു പരിധിവരെ കേരളത്തിലെ പൊതുജനങ്ങൾക്കും അവർക്ക് അറിയാം. അത് ജമാഅത്തെ ഇസ്ലാമി അവർ മുൻപോട്ട് വെക്കുന്നതല്ല അവരുടെ ശരിക്കുള്ള കാര്യമെന്ന്. പക്ഷേ ഈ അപ്പുറത്തുണ്ടല്ലോ SNDP, NSSന്റെ ഒക്കെ കാര്യം പറയുന്നുണ്ടല്ലോ. ആ ഒരു നിലപാട് ശരിക്കും വെള്ളാപ്പള്ളി നടേശനാണ് സതീശനെ ഈ ഒരു വലിയ പരിവേഷത്തിൽ ഉയർത്തി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലിയൊരു നേതാവ്, അദ്ദേഹത്തിനുള്ളതിനേക്കാൾ വലിയ പ്രതിച്ഛായ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജിനേക്കാൾ വലിയൊരു ആളായി അദ്ദേഹത്തെ മാറ്റിയത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആണെന്ന് പറയേണ്ടി വരും. കാരണം വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനെതിരെ വർഗീയമായി വിഷം തുപ്പിക്കൊണ്ടിരുന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സതീശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം സതീശന് അത് പ്രശ്നമായിരുന്നില്ല. കാരണം സതീശന് SNDPയുടെയോ NSSന്റെയോ പിന്തുണയുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്താണ് ശ്രമിച്ചത്? അദ്ദേഹം കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങളുടെ ഒരു പരിധിവരെ ക്രിസ്തീയ വിഭാഗങ്ങളുടെ പിന്തുണ ആർജിക്കാൻ ശ്രമിച്ചു. ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് സീറോ മലബാർ സഭയുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അദ്ദേഹം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിൻ്റെയൊക്കെ പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹം പാലാ ബിഷപ്പിൻ്റെയും മറ്റും ചില തൃശ്ശൂർ ആർച്ച് ബിഷപ്പിൻ്റെയൊക്കെ ഗുഡ് ബുക്സിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. എന്നാലോ അദ്ദേഹം പന്തക്കുസ്ത വിഭാഗങ്ങളുടെയും പത്തനംതിട്ടയിലെ വിവിധ ചെറു സഭകളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുത്ത് അവരുടെയൊക്കെ ഗുഡ്വിൽ ആർജിക്കാൻ അദ്ദേഹത്തിന് പറ്റി. കേരളത്തിലെ മലബാറിൽ ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിൻ്റെ പരിപാടിയിലാണ് തിരുവനന്തപുരത്ത് ജാനുവരി 17 നടന്ന അവരുടെ 100ാം വാർഷിക പരിപാടിയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ സതീശൻ ആഞ്ഞടിച്ചത്. അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമായിരുന്നു. കാരണം അതിന് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് സുകുമാരൻ നായർ വന്നിട്ട് വെള്ളാപ്പള്ളി കാറിൽ കയറ്റിയതിനെ സതീശൻ എന്തുകൊണ്ട് വിമർശിച്ചു, അതും കാന്തപുരത്തിൻ്റെ പരിപാടിയിൽ എന്തുകൊണ്ട് വിമർശിച്ചു എന്ന് പറഞ്ഞ് പുറത്തു വന്നത്. പക്ഷേ ആ നീക്കം, അതായത് നായർ ഈഴവ NSS SNDP ഐക്യ നീക്കത്തെ പൊളിച്ചത് BJPയുടെ പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തിട്ടാണ്. ആ ഒരു നീക്കം നടക്കാതെ പോയെങ്കിൽ ഈ സതീശൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റുമായിരുന്നു. ഇവിടെ ഒരു വശത്ത് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സതീശനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ NSSും SNDP അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുമ്പോഴും പൊതുജനാഭിപ്രായം എന്നുള്ളത് ഇപ്പോഴും ഒരു പരിധിവരെ സതീശന് വളരെ കൃത്യമായിട്ടൊരു നിരീക്ഷണമാണല്ലോ നടത്തിയിരിക്കുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി നടത്തിയിരിക്കുന്ന നിരീക്ഷണം അത് താങ്കൾ അംഗീകരിക്കുമോ ഇല്ലയോ? കാരണം ഈ ലീഗ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ തടവറയിലാണ് കോൺഗ്രസും UDFും എന്നുള്ള വിമർശനം അത് നിങ്ങൾ ഒന്നിച്ച് നേരിടേണ്ട ഒരു ഘട്ടമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവസാനിച്ചു എന്നാണോ? സതീശിനെതിരെ അങ്ങനെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും വരുമ്പോൾ അതിനെയും നിങ്ങൾ ഒന്നിച്ചാണ് നേരിടുന്നത്. പക്ഷേ അത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സതീശിനെ അവിടെ ഈ വിമർശനങ്ങളുടെ തടവറയിലേക്ക് നിങ്ങൾ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗീയമായിട്ട് കാണുന്നേ ഇല്ല. ഇവിടെ എല്ലാവരുടെയും പിന്തുണ കോൺഗ്രസിനുണ്ട്. അത് സിബി പറയുന്നതിനോടാണ് എനിക്ക് യോജിപ്പുള്ളത്. സിബി പറഞ്ഞല്ലോ, അപ്പോൾ ഈ 3 നേതാക്കന്മാരെയും ഈ പറയുന്ന എല്ലാ ആളുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചില വിഷയാടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരത്തിൽ ഏതെങ്കിലും കാര്യത്തിനകത്തൊരു വ്യത്യാസം ഉണ്ടാവുക. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ ആനന്ദ് പറഞ്ഞതുപോലെ ലീഗിൻ്റെയും അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസ് സതീഷിനോടൊപ്പം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരൊക്കെ തന്നെ രമേശ് ചെന്നിത്തലയോടൊപ്പം തന്നെ NSS നിൽക്കുന്നു. SNDP എല്ലാം KC വേണുഗോപാലിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇവരെല്ലാവരും വിമർശന വിധേയമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ NSS രമേശ് ചെന്നിത്തലയെ എത്രത്തോളം വിമർശിച്ചിട്ടുണ്ടെന്നുള്ളത്. ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാധ്യമങ്ങളുള്ള. അപ്പോൾ ഇതൊക്കെ വിഷയാധിഷ്ഠിതമാണ്. ഓരോ തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതുണ്ടാവുക. ഈ തെരഞ്ഞെടുപ്പിൽ
എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത്. എല്ലാ ആളുകളുടെയും. അതോടൊപ്പം തന്നെ സാക്കിർ പറഞ്ഞത് എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടാണ് കോൺഗ്രസ് വിജയിച്ചത്. പക്ഷേ ഈ മുഖ്യമന്ത്രി തർക്കം വന്നപ്പോൾ ഓരോരോ നേതാക്കളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാനുള്ള ഉപകരണമാക്കി നിങ്ങൾ തന്നെ എടുക്കുന്നത് ഈ പറയുന്ന LDF ഉന്നയിച്ച ആരോപണങ്ങളെയാണ്, അല്ലെങ്കിൽ BJP ഉന്നയിച്ച ആരോപണങ്ങളെയാണ്. നിങ്ങൾ പരസ്പരം അത് ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ഈ അല്ലല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ആളാണ് സതീശൻ എന്നുള്ളത് LDFന്റെ ആരോപണമായിരുന്നു, BJPയുടെ ആരോപണമായിരുന്നു. അതേ കാര്യം ഇപ്പോൾ സതീശനെതിരെ ഉന്നയിക്കുന്നത് ഈ സതീശനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ നീക്കം നടത്തുന്ന കോൺഗ്രസിലെ വിഭാഗങ്ങൾ തന്നെയാണ്. ആരായത് ഉന്നയിച്ചത്? അല്ല, അതിന് ഒരാളുടെ പേര് പറയൂ നിങ്ങൾ. ഇഷ്ടം പോലെ നടക്കുകയാണ് ഇപ്പോൾ. ഇതെല്ലാം മറവിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. പൊതുസമൂഹത്തിന് അതറിയാം. സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്ത് നോക്കൂ, അതിലൂടെയാണല്ലോ ക്യാമ്പയിൻ മുഴുവൻ നടക്കുന്നത്. പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇഷ്ടം പോലെ അവിടെ പറയുന്നു ഇവിടെ പറയുന്നു എന്നും ഈ അവിടെ പറയുന്നു ഇവിടെ മാധ്യമങ്ങളിലൂടെയാണല്ലോ ഈ ആളെ കൂട്ടുന്നത്. നേതാക്കന്മാരെയും ഞങ്ങളാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നേതാവിനെതിരായിട്ട് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഒരു നേതാവും പറഞ്ഞിട്ടില്ല. പരിശോധിച്ച് നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ശ്രീ VD സതീശനെ വിമർശിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും ഒരു MLA മാർ, ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു MLA VD സതീശനെ വിമർശിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും പരസ്യമായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം മറവിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന VD സതീശൻ അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ മുഴുവൻ ഈ പ്രചാരണങ്ങൾ, ഈ പറയുന്ന എന്താണ് പ്രതിഷേധ പ്രകടനങ്ങൾ ഇതെല്ലാം നടത്തിച്ചു എന്നൊന്നും നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. അണിയറയിൽ അത്ര നീക്കങ്ങൾ നടന്നു, അത് ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് വന്നു. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സൃഷ്ടി എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ഒരു തരത്തിലും ആരെയും ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്നില്ല. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ 46 MLA മാർ, തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ KC വേണുഗോപാലിനെ അനുകൂലിച്ചു, 8 പേർ VD സതീശനെ അനുകൂലിച്ചു, 5 പേർ രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചു എന്നാണല്ലോ നിങ്ങൾ വാർത്ത കൊടുത്തത്. ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അവരാരെങ്കിലും ബഹളം ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവരാരും അവരുടെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇന്നയാളെ ആക്കരുതെന്ന് പറഞ്ഞു. അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അത് തെറ്റുണ്ടോ? സെബിയോട് അഭിപ്രായം ചോദിച്ചു, ഷക്കീറിനോട് ചോദിച്ചു, എന്നോട് ചോദിച്ചു. ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറയുന്നത്. ജനാധിപത്യ രീതിയിൽ അഭിപ്രായം പറയണ്ടേ? അതിന് പകരം ഞങ്ങളെല്ലാവരും ചേരി തിരിഞ്ഞു നിന്ന് ശ്രീ VD സതീശനെതിരെ പണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചാനലുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ A ഗ്രൂപ്പിൻ്റെയും I ഗ്രൂപ്പിൻ്റെയും ആളുകൾ ഒരേ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇല്ലേ? ഇപ്പം അങ്ങനെ ആരും വരുന്നില്ലല്ലോ. ഞാനിവിടെ വന്നിരിക്കുന്നത് ആൾക്കാർ മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, നല്ല കഥ. ഞാനിവിടെ വന്നിരിക്കുന്നത് എപ്പോഴെങ്കിലും ഞാൻ സതീഷ് ചേട്ടനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും രമേശ് ചെന്നിത്തലയെ തള്ളി പറഞ്ഞത് താങ്കൾ കേട്ടോ? ഞാൻ എപ്പോഴെങ്കിലും KC വേണുഗോപാലിന് അനുകൂലമായിട്ട് മാത്രം പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ? താങ്കൾ ഏതെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ ശ്രീ ആനന്ദ് കുറച്ച് നെഗറ്റീവായി പറഞ്ഞതിനെ മാത്രമേ ഞാൻ പറഞ്ഞു. അങ്ങനെ നെഗറ്റീവായി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അത്രയും വളരെ സമുന്നതനായ ഒരു നേതാവാണ്. ഈ 3 പേരും പ്രധാനപ്പെട്ട നേതാവാണെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ഒരു നേതാവിനെ അദ്ദേഹത്തിന് ഈ പിന്തുണയാണ്, ഈ ഇതുകൊണ്ടാണ്. നോക്കൂ, കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വളരെ സുപ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ കേരളത്തിൻ്റെ കമ്മ്യൂണൽ ഇക്വേഷൻസിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ്. അതിപ്പം മാത്രമല്ല, എല്ലാ കാലത്തും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങളോടൊപ്പം നിന്ന പാർട്ടിയാണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഞങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പറയണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ അവരെ വിളിച്ചത്. ഷാക്കീർ പറഞ്ഞത് താങ്കൾ കേട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ അവരെ വിളിച്ച് ഞങ്ങളുടെ നിരീക്ഷകരുടെ വന്നപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരോട് മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായം കൂടി ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അതെന്തിനാണ് ഞങ്ങൾ? ശരി, നമുക്ക് എന്തായാലും ഏത് സമയത്തും കാത്തിരിക്കാം. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് വൈകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ചോദ്യം ഇതായിരുന്നു: KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നതിനൊപ്പമോ ഹൈക്കമാൻഡ്? അതേ എന്ന് 63% പ്രേക്ഷകരും ഇപ്പോൾ വിശ്വസിക്കുന്നു, അല്ല എന്ന് 33%.